14 ജന്മങ്ങൾ എനിക്ക് കാണാൻ പറ്റും പിന്നോട്ട്. നമ്മൾ ക്വാണ്ടം ഫിസിക്സിന്റെ ലോകത്തേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ്. ഈ തലങ്ങൾ അവരുദ്ദേശിക്കുന്ന ഈ ടൈം ലീനിയർ അല്ലാത്തത് കൊണ്ടാണോ? സയൻസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സയൻസ് ആണ്, മാജിക് അല്ല. ആ ആറ്റത്തെ അല്ലെങ്കിൽ ഇലക്ട്രോൺസിനെ നമ്മൾ കണക്ട് ചെയ്ത് കൊണ്ടിരുന്ന ഒരു ആറ്റം നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് 1000 കിലോമീറ്റർ അല്ലെങ്കിൽ 1000 പ്രകാശവർഷം ദൂരം നിർത്തി കഴിഞ്ഞാൽ ഒരു കണികയിൽ ഒരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ അതേ സമയത്ത് മറ്റേ കണികയിൽ വ്യത്യാസമുണ്ട്. വസ്തുക്കൾക്കൊക്കെ അതിൻ്റെതായ കല്ലിന് അതിൻ്റെതായ ഒരു ബോധലാണ്. പല മൃഗങ്ങൾക്ക് പല ബോധതലാണ്. പക്ഷെ ആളുകൾ പലപ്പോഴും ശ്രദ്ധിക്കുന്നത് ഇത് സയന്റിഫിക് ആണോ, ഇതുകൊണ്ട് സയന്റിഫിക് അപ്രോച്ച് നടത്താൻ കഴിയുമോ എന്നൊരു സംശയം വരില്ലേ? ഇപ്പോൾ ഇതൊരു പ്ലാസിബോ എഫക്റ്റ് ആണോ, ഇപ്പോൾ റേക്കി പോലുള്ള കാര്യങ്ങൾ പലപ്പോഴും ആളുകൾ പറയുന്നത് അതൊരു തോന്നൽ മാത്രമാണ്, നിങ്ങൾക്ക് അവർ ചെയ്തു എന്ന് പറയുന്നു, നിങ്ങളുടെ മനസ്സ് വിശ്വസിക്കുന്നു, മാറുന്നു. അങ്ങനെയാണ് പലപ്പോഴും ഇതിനെ വിമർശിക്കുന്ന ആളുകൾ പറയുന്നത്. നമുക്കൊരു സയന്റിഫിക് അപ്രോച്ച് നടത്താൻ കഴിയുന്ന ഒരു ഹീലിംഗ് മൊഡാലിറ്റി ആണോ? അത് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അത് കറക്റ്റാണ്. കാരണം നമ്മൾ ക്ലാസിക്കൽ ഫിസിക്സേ പഠിച്ചിട്ടുള്ളൂ, സ്കൂളുകളിലൊക്കെ അതേ പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം ആറ്റം, മാറ്റർ, വസ്തുക്കൾ ഇതൊക്കെ തന്നെയുള്ളൂ. സോ അതിൻ്റെ തിയറി, ഐൻസ്റ്റീൻ്റെ തിയറി തുടങ്ങിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ക്വാണ്ടം ഫിസിക്സിൻ്റെ തിയറി എന്ന് പറയുന്നത് നേരെ വിപരീതമാണ്. പല കാര്യങ്ങളിലും അത് നേരെ ഓപ്പോസിറ്റാണ്. പക്ഷെ രണ്ട് കറക്റ്റാണ്. രണ്ട് കറക്റ്റാണ്, പക്ഷെ ഓപ്പോസിറ്റാണ്. ഇത് തന്നെ സയന്റിസ്റ്റുകൾക്ക് ഇത് ക്ലബ് ചെയ്യാൻ പറ്റുന്നില്ല. ഇനി ഫ്യൂച്ചറിൽ ക്ലബ് ചെയ്യാൻ പറ്റുമോ എന്ന് പറയാൻ കഴിയില്ല. പക്ഷെ ഇപ്പോൾ രണ്ടും ശരിയാണെന്ന് എല്ലാവരും സമ്മതിക്കുന്നുണ്ട്. കാരണം ക്വാണ്ടം ഫിസിക്സിന്റെ തിയറീസ്, കണക്കുകൾ, കാൽക്കുലേഷൻസ് എല്ലാം കറക്റ്റാണ്. അതേ സ്ഥാനത്ത് ക്ലാസിക്കൽ ഫിസിക്സിന്റെ തിയറീസും അതിന്റെ കണക്കുകൂട്ടലുകളും മാത്തമാറ്റിക്സും എല്ലാം കറക്റ്റാണ്. അപ്പം ഇതിലൊരു ഒരു കോൺട്രവേഴ്സി ഒന്നും നിലവിലില്ല. എന്ന് മാത്രമല്ല, ക്വാണ്ടം ഫിസിക്സിന്റെ പല സാധനങ്ങളും ഇപ്പോൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വന്നു, ക്വാണ്ടം കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. സോ ടണലിംഗ് എന്ന് പറയുന്ന പുതിയ തിയറി എന്ന് പറയുന്നത് സബാറ്റോമിക് ലെവലിലല്ല. സാധാരണ നമ്മുടെ ജീവിതത്തിൽ തന്നെ നമുക്കൊരു വസ്തുവിനെ കടന്നു പോകാൻ പറ്റും. ഇപ്പോൾ ഈ മതിൽ കടന്ന് അപ്പുറം പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധ്യമല്ല. പക്ഷേ ടണലിങ്ങിലൂടെ ആ തിയറി പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അപ്പം നമുക്ക് അത്ഭുതത്തോടു കൂടി മാത്രമേ ഇത്തരം കാര്യങ്ങളെ മനസ്സിലാക്കാൻ പറ്റൂ. അത് സയൻസിൻ്റെയാണ്, പക്ഷെ ക്വാണ്ടം സയൻസ് ആണെന്ന് മാത്രം. അതിൽ ഇതൊരു മാജിക് ഒന്നുമല്ല, സയൻസ് തന്നെയാണ്. പക്ഷെ നമ്മൾ ആ രീതിയിൽ അതിനെ മനസ്സിലാക്കേണ്ടതുണ്ട്. കുറച്ച് അത്ഭുതം നമ്മൾ ക്വാണ്ടം ഫിസിക്സിന്റെ തിയറീസ് പഠിക്കുമ്പോൾ നമുക്ക് അത് തോന്നും. അത് തോന്നുന്നതിൻ്റെ കാരണം നമ്മൾ ക്ലാസിക്കൽ ഫിസിക്സിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നിട്ടാണ് കാര്യങ്ങൾ കാണുന്നത്. ഇവിടെ പല വിമർശനങ്ങളും പല കാര്യങ്ങളും എതിർക്കുന്നതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ ക്വാണ്ടം ഫിസിക്സിന്റെ ലോകത്തേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ്. നമ്മളിപ്പോഴും ക്ലാസിക്കൽ ഫിസിക്സിന്റെ ലോകത്ത് നിന്നിട്ടാണ് എല്ലാത്തിനെയും എതിർക്കുന്നത്. അങ്ങനെയല്ല, ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് യൂറോപ്യൻ കൺട്രീസ്, പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ തന്നെ ഇതിൻ്റെ മുകളിൽ ഒരുപാട് റിസർച്ചുകൾ, ക്വാണ്ടം ഫീൽഡിൻ്റെ മുകളിലൊക്കെ ഒരുപാട് റിസർച്ചുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒറിജിനേറ്റ് ചെയ്ത ഈ തിയറീസ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ വേദങ്ങളിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്ത സംഭവമാണ്. ക്വാണ്ടം ഫിസിക്സ് എന്നതിൻ്റെ തിയറീസ് അല്ല, അതിൽ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇവരൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തത്. ക്വാണ്ടം ഫിസിക്സിൻ്റെ ആദ്യത്തെ സയൻറ്റിസ്റ്റുകളൊക്കെ ഇതെല്ലാം ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് അവർ തന്നെ പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് ഈ എതിർപ്പുകൾ, പക്ഷെ അതിൽ മറികടന്നേ പറ്റൂ. കാരണം നമുക്കിത് നഷ്ടപ്പെടുത്താൻ പറ്റില്ല, നമുക്ക് മുന്നോട്ട് പോയേ പറ്റൂ. അപ്പോൾ ഇത് സയൻസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സയൻസ് ആണ്, മാജിക് അല്ല. പക്ഷെ ക്വാണ്ടം സയൻസ് ആണെന്ന് മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് മറ്റൊരു കാര്യം, ഇത് ആർക്കൊക്കെ ചെയ്യാൻ കഴിയും? ഇപ്പോൾ ഹീലിംഗ് കൊടുക്കാൻ പോകുമ്പോൾ ചില ആളുകൾ പറയും ചിലർക്ക് വർക്കാവും, ചിലർക്ക് വർക്കാവത്തില്ല. നിങ്ങൾക്കത് വർക്കാവാൻ നിങ്ങൾക്ക് യോഗമില്ല, നിങ്ങളുടെ സമയമായിട്ടില്ല, ഇങ്ങനെയൊക്കെയാണ് പലരും പറഞ്ഞൊഴിവാക്കുന്നത്. കാരണം ഇപ്പോൾ ചെയ്തിട്ട് ഇപ്പോൾ വലിയ പണമൊക്കെ വാങ്ങിച്ചിട്ട് സാർ എനിക്കൊന്നും ആയിട്ടില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് യോഗമായിട്ടില്ല, നിങ്ങൾക്ക് അതിനുള്ള സമയമായിട്ടില്ല എന്ന് പറഞ്ഞാണ് പലരും ഒഴിച്ചുവിടുന്നത്. അതേപോലെ തന്നെ ഇത് എത്ര ഡിസ്റ്റൻസ്, ഇപ്പോൾ അങ്ങയോട് സംസാരിച്ച വേളയിൽ, ഇപ്പോൾ ഇതിനു മുമ്പിട്ട് നമ്മൾ എടുത്ത വേളയിൽ അങ്ങ് പറഞ്ഞിട്ടുണ്ട് ഇത് നമുക്ക് ഓൺലൈനായിട്ട് ചെയ്യാമെന്ന്, അല്ലെങ്കിൽ ദൂരെ ഇരിക്കുന്ന വിദേശ രാജ്യത്തിരിക്കുന്ന ഒരാൾക്കോ ചെയ്യാമെന്ന്. അപ്പോൾ അതെങ്ങനെയാണ് ഇത് നടക്കുന്നത്? ഇത് ഡിസ്റ്റൻസ് ഇതിനൊരു പ്രശ്നമല്ല. ഇവിടെ ക്വാണ്ടം ഫിസിക്സിന്റെ തിയറീസ് തന്നെയാണ് അതിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആ രീതിയിൽ മനസ്സിലാക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതിൽ ലോ ഓഫ് എൻറ്റാങ്കിൾമെന്റ് എന്ന് പറയുന്ന തിയറി ഉണ്ട്. അതായത് ഒരു ആറ്റത്തെ അല്ലെങ്കിൽ ഇലക്ട്രോൺസിനെ നമ്മൾ കണക്ട് ചെയ്ത് കൊണ്ടിരുന്ന ഒരു ആറ്റം നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഒരു കാലത്ത് കണക്റ്റഡ് ആയിരുന്നു ഈ കണികകൾ. പക്ഷേ ഇപ്പം നമ്മൾ വേർതിരിച്ച് നിർത്തി 1000 കിലോമീറ്റർ അല്ലെങ്കിൽ 1000 പ്രകാശവർഷം ദൂരം നിർത്തി കഴിഞ്ഞാൽ ഒരു കണികയിൽ ഒരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ അതേ സമയത്ത് മറ്റേ കണികയിൽ വ്യത്യാസം ഉണ്ടാകും. പക്ഷെ പ്രകാശത്തിന് കടന്നു പോകണമെങ്കിൽ ചിലപ്പോൾ 100 വർഷം 1000 വർഷം കടന്നു പോകുന്ന ദൂരത്തായിരിക്കാം ഇവർ തമ്മിൽ ഉണ്ടാകുന്ന ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെ സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരമൊന്നുമില്ല.
അപ്പോൾ നമുക്ക് ബോധത്തെ, കോൺഷ്യസ്നെസ്സിനെ, വൈബ്രേഷനൊക്കെ തന്നെ അങ്ങനെ ടൈം ഒരു ലീനിയർ ആയിട്ട് ഇതിൽ കാണാൻ പറ്റുന്നില്ല. ഇങ്ങനെ നമ്മളിങ്ങനെ ഓടി മറ്റേ സ്ഥലത്ത് എത്തുന്നു എന്ന് പറയുന്ന കൺസെപ്റ്റ് ഒക്കെ അത്രയും സമയം 3 ഡയമെൻഷനിൽ നിന്ന് മാത്രം ചിന്തിക്കുന്നവരാണ് നമുക്ക് ഈ പ്രശ്നം വരുന്നത്. ഇതിന്റെ തിയറീസ് ഒരു ലോകത്ത് അപ്ലൈ ചെയ്യാം. മറ്റൊരു ലോകത്തേക്ക് പോയാൽ ടൈം ലീനിയർ അല്ല. ക്വാണ്ടം ഫിസിക്സിൽ ടൈം ലീനിയർ ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല. അതിൽ പല തിയറീസും ഉണ്ട്. അതിൽ പല പരീക്ഷണങ്ങളിലും ഇപ്പൊ ഒരു ഇലക്ട്രോൺ മൂവ്മെന്റ്സിൽ ലോ ഓഫ് ഒബ്സർവേഷനിൽ, അതായത് ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് ഇവരെ മൂവ്മെന്റ്സിൽ വ്യത്യാസം വരുന്നത് കാണുന്നുണ്ട്. അങ്ങനെ തിയറി ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒബ്സർവ് ചെയ്യാൻ സയന്റിസ്റ്റ് ഇത് ഒബ്സർവ് ചെയ്യാൻ പോകുന്നു എന്നുള്ളത് ഇലക്ട്രോണിക്സ് മനസ്സിലാക്കുന്നത്. ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് ഒരു രീതിയിലും ഒബ്സർവ് ചെയ്യാത്ത സമയത്ത് മറ്റൊരു രീതിയിലും ഈ ഇലക്ട്രോണിക്സ് പെരുമാറുന്നുണ്ട്. ഒരാൾ നിരീക്ഷിക്കുന്ന ഒബ്സർവർ ഇഫക്റ്റ് എന്ന് പറയും. അപ്പോൾ പിന്നെ അത് പലപ്പോഴും ഇവർ ഒബ്സർവ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇലക്ട്രോണിക്സ് ആ മൂവ്മെന്റ് വ്യത്യാസമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോണിക്സിനും ഒരു കോൺഷ്യസ്നെസ് ഉണ്ട് എന്നാണ് അർത്ഥം എന്ന് വേണമെങ്കിൽ നമുക്കങ്ങനെ ചിന്തിക്കേണ്ടി വരും. ഒരു കോൺഷ്യസ്നസ് എല്ലാ മെറ്റീരിയലിനും അതിൻ്റെതായ ലെവലിലുള്ള കോൺഷ്യസ്നസ് ഉണ്ട്, ബോധമുണ്ട്. ചിലതിന് നമ്മളെ പോലെയുള്ള മനുഷ്യന്മാർക്ക് കുറച്ച് കൂടുതലായിരിക്കാം, കുറച്ചും ഡെവലപ്ഡ് ആയിരിക്കാം, ഇവോൾവ്ഡ് ആയിരിക്കാം. മറ്റു വസ്തുക്കൾക്ക് അത് ഒരു അത്രമാത്രം ഡെവലപ്ഡ് അല്ലാത്തൊരവസ്ഥയിലായിരിക്കാം എന്ന് വേണം നമ്മളൊക്കെ അതിനെ. എനിക്കൊന്ന് മനുഷ്യന്മാരാകുമ്പോഴിപ്പോൾ സാർ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്, അപ്പോൾ ഞാൻ നേരെ ഇരിക്കണം, അപ്പോൾ ആ രീതിയിലായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഇലക്ട്രോണിക്സും അതേപോലെ ചിന്തിക്കുന്നുണ്ട്. ചിന്ത എന്ന് പറയാൻ പറ്റില്ല, ചിന്തിക്കുന്നു എന്നല്ല, ഒരു ബോധതലമുണ്ട് എന്ന് വേണമെങ്കിൽ വിചാരിക്കാം. ഏതാ വസ്തുക്കൾക്കുണ്ട് എന്ന് പറയുന്നുണ്ട്. പൊതുവേ വേദങ്ങളിലൊക്കെ തന്നെ ഈ മെറ്റീരിയൽസിന്, വസ്തുക്കൾക്കൊക്കെ അതിൻ്റെതായ കല്ലിന് അതിൻ്റെതായ ഒരു ബോധതലമുണ്ട്. കുറച്ചുകൂടി വളർന്നു കഴിഞ്ഞാൽ മരത്തിന് അതിനേക്കാട്ടും ഉയർന്നൊരു ബോധതലമുണ്ട്. നമുക്ക് അതിനേക്കാട്ടും വലിയൊരു, മൃഗങ്ങൾക്കാണെങ്കിൽ അതിനിടയ്ക്കാം. പല മൃഗങ്ങൾക്ക് പല ബോധതലാണ്. ഇപ്പൊ പാമ്പുകൾക്കാണെങ്കിൽ അത്ര ബോധതലം വളരാത്ത ഒരു സ്പീഷീസാണ് പാമ്പുകൾ എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ കുറച്ചുകൂടി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ആന, അങ്ങനെയൊക്കെ, പിന്നെ വീട്ടിലെ വളർത്തുമൃഗങ്ങൾ, അവരൊക്കെ ബോധതലത്തിൽ കുറച്ചുകൂടി വികാസം ഉണ്ടാവും വളർത്തുമൃഗങ്ങൾക്ക്. അതുകൊണ്ടാണ് അവർ ഒരു വ്യക്തിയെ പോലെ പെരുമാറുന്നത്. അവർക്ക് അവരുടേതായ സ്വഭാവ സവിശേഷതകൾ ഉണ്ടാവും. ഒരു വീട്ടിൽ വളർന്ന ഒരു വീട്ടിൽ വളർത്തുന്ന പട്ടി, പൂച്ച, ഇവർക്കൊക്കെ ഒരു പേഴ്സണാലിറ്റി ഉള്ളതായിട്ട് ആ വീട്ടുകാർക്ക് ഫീൽ ചെയ്യാറില്ലേ? ഒരു പൂച്ച പോലെയല്ല മറ്റേ പൂച്ച, അവർക്കൊരു വ്യക്തിത്വമുണ്ട്. കാരണം അവരുടെ ബോധം കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഈ മനുഷ്യന്മാരായിട്ട് ഇണങ്ങുന്ന ജീവികൾക്ക് അവരുടെ ബോധതലത്തിൽ വികാസം ഉണ്ടാകുന്നുണ്ട്. ഈ ടൈം ലീനിയർ അല്ല എന്ന് പറയുമ്പോൾ ഈ യോഗികൾ, അത്തരത്തിലുള്ള ആളുകൾ 7 തലങ്ങൾ, അല്ലെങ്കിൽ അവർ 7 തലം 14 തലമൊക്കെ പറയുന്നുണ്ട്. ഈ തലങ്ങൾ അവരുദ്ദേശിക്കുന്നത് ഈ ടൈം ലീനിയർ അല്ലാത്തത് കൊണ്ടാണോ, അല്ലെങ്കിൽ നമ്മുടെ ആ ബോധതലത്തെ, ഇപ്പോൾ അങ്ങ് പറഞ്ഞില്ലേ അതിലേക്ക് ഇറങ്ങി ചെല്ലണമെങ്കിൽ നമ്മൾ ഉപബോധ മനസ്സിലേക്ക് വീണ്ടും കടന്നു ചെല്ലണമെന്ന്, അപ്പോൾ അത് അങ്ങനെയാണോ നമ്മൾ കാണേണ്ടത്? അതെ, അതാണ് അവൾ അപ്ലൈ ചെയ്യുന്നത്. ഇപ്പം ഭീഷ്മര്, നമ്മുടെ മഹാഭാരതത്തിൽ ഭീഷ്മര് പറയുന്നുണ്ട്, ഇങ്ങനെ ശരശയ്യ കിടക്കുകയാണ്, എനിക്ക് 14 ജന്മമാണ് തോന്നുന്നു, കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല, 14 ജന്മങ്ങൾ എനിക്ക് കാണാൻ പറ്റും പിന്നോട്ട്. അവിടെയൊന്നും ഞാൻ ഈ രീതിയിലൊരു എൻ്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു പിഴവ് വന്നിട്ടില്ല, ഇങ്ങനെ കിടക്കേണ്ടി വരുന്നൊരവസ്ഥ വന്നിട്ടില്ല. അപ്പോൾ കൃഷ്ണൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇത്ര ജന്മങ്ങളല്ലേ കാണാൻ പറ്റും, അതിനപ്പുറത്ത് ഉള്ള ഒരു ജന്മത്തിൽ നിങ്ങൾ ഇത് ചെയ്തിട്ടുണ്ട്, ഒരു പാമ്പിനെയോ മറ്റോ ആ രീതിയിൽ പിന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ ഫലമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് കടന്നു പോകാൻ പറ്റും എന്നാണ് അതിൻ്റെ ഒരു കൺസെപ്റ്റ്. അതിപ്പോൾ നമ്മൾ ക്വാണ്ടം ഫിസിക്സിൻ്റെ തിയറീസൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അത് സാധ്യമാണ് എന്ന് വേണമെങ്കിൽ ചിന്തിക്കാം ഒരു രീതിയിൽ. ഇതൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്യും, നമ്മൾ തന്നെ ചിന്തിക്കുന്നതാണ്. ഇതൊന്നും ശാസ്ത്രീയമായിട്ട് അതിനെപ്പറ്റിയുള്ള പ്രൂഫോ കാര്യങ്ങളൊന്നും ഇതുവരെ വന്നില്ല. പക്ഷേ ടൈം ലീനിയർ അല്ല എന്നുള്ളൊരു കൺസെപ്റ്റ് ഇപ്പോൾ ഓൾറെഡി തന്നെ പല സയൻറ്റിസ്റ്റുകളും വിശ്വസിക്കുന്നു. അപ്പോൾ ഈ യോഗിക് തലത്തിൽ നിന്നുകൊണ്ട് ഒരാളുടെ പ്രശ്നങ്ങൾ മാറ്റുന്നത്, അല്ലെങ്കിൽ ആ രീതിയിൽ നിന്നുകൊണ്ട് നമ്മുടെ കഴിഞ്ഞ ജന്മങ്ങൾ, പാസ്റ്റ് ലൈഫുകൾ കാണുന്നത്, ഇതെല്ലാം നമ്മൾ ഈ ക്വാണ്ടം ഫീൽഡിലേക്ക് വരുമ്പോൾ ആ രീതിയിൽ നിന്നുകൊണ്ടാണ് നമ്മളത് മനസ്സിലാക്കുന്നത്. അതിലേക്ക് പോവുകയാണെങ്കിൽ അത് പിന്നെ ക്വാണ്ടം സയൻസ് ആയിട്ട് നമുക്ക് അതിനെ കാരണം ക്വാണ്ടം സയൻസ് അതിനെ പറ്റിയൊന്നും പറയുന്നില്ല. പക്ഷെ നമ്മൾ മുമ്പ് ഇത്തരം കാര്യങ്ങൾ പ്രാക്ടിക്കലി അപ്ലൈ ചെയ്ത ആൾക്കാരുണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്, പലരും അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് പോസിബിളാണ്.
അത് ഇതേ തിയറീസൊക്കെ തന്നെ നമുക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നതാണ്. ഇത് തന്നെയാണ് അത് എന്നുള്ളത് മനസ്സിലാക്കാവുന്നതാണ്. പക്ഷേ ഇന്ത്യയെ പോലുള്ള രാജ്യത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് അത്ഭുതങ്ങൾ ഉണ്ട്. ഇല്ല എന്ന് പറയുന്നത് കണ്ണടച്ച് നമ്മൾ ഇരുട്ടാക്കുന്നതിന് സമാനം. ഈ സയൻസിൻ്റെ ഒക്കെ പ്രശ്നം, സയൻസിൻ്റെ അല്ല ഞാൻ പറയുന്നത്, പുതിയ സയൻറ്റിസ്റ്റുകൾ എന്ന് പറയുന്ന രീതിയിലുള്ള വക്താക്കളെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു അന്ധവിശ്വാസമാണ് സയൻസ്. ഇപ്പം നമ്മൾ കാണുന്ന ഇവിടുത്തെ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന സയൻസ് എന്ന് പറയുന്നത് ഒരു അന്ധവിശ്വാസമാണ്. കാരണം സയൻസ് എന്ന് പറയുന്നത് കൗതുകമാണ്, ക്യൂരിയോസിറ്റിയാണ്. എന്താണ് അത്, എന്താണ് അതിൻ്റെ പിന്നിൽ എന്നുള്ള ചിന്തയിൽ നിന്നാണ് ലോകം ഇത്രയും ഡെവലപ്പ് ചെയ്തത്. അത് മുമ്പേ സ്റ്റക്കായി പോയിരുന്നെങ്കിൽ, അങ്ങനെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് കാണുന്ന ഒരു സംഭവം ഡെവലപ്പ് ചെയ്ത് വരില്ലായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ നിർഭാഗ്യവശാൽ, നിർഭാഗ്യമെന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരല്ലല്ലോ യഥാർത്ഥ സയൻറ്റിസ്റ്റുകൾ. അപ്പോൾ സയൻസ് എന്ന് പറയുന്നതിൽ ഇതില്ല 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 എന്ന് പറയുന്നതാണ് സയൻസ് എന്നാണ് അവർ പറയുന്നത്. പക്ഷേ അവർ കണ്ണടച്ച് ബ്ലൈൻഡ് ആക്കുക. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം. ഞാൻ ഇന്നലെ KBC അമിതാഭ് ബച്ചൻ്റെ ഒരു പ്രോഗ്രാമുണ്ട്. അതിൽ ബ്ലൈൻഡ് ഫോൾഡിങ് ആക്ടിവിറ്റീസ് ചെയ്യുന്ന കുട്ടികളെ കാണിക്കുന്നുണ്ട്. ആ കുട്ടികൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ 10-15 വയസ്സിനിടയ്ക്കുള്ള കുറച്ച് പിള്ളേരാണ്. വരുന്നു, നന്നായിട്ട് കണ്ണ് കെട്ടുന്നു, നല്ല കട്ടിയുള്ള തുണി കൊണ്ട് കണ്ണ് കെട്ടുന്നു, അവരുടെ മുന്നിലേക്ക് ഒരു പുസ്തകം കൊടുക്കുന്നു, അവർ വായിക്കുന്നു. ഓക്കെ, ഇതിൽ 2 രീതിയിലാണ് നമുക്ക് വിശദീകരിക്കാൻ പറ്റുക. ഒന്ന്, അമിതാഭ് ബച്ചൻ ഒരു തട്ടിപ്പുകാരനാണ്. ഇതായിരിക്കും നമ്മുടെ സോഷ്യൽ മീഡിയ സയൻറ്റിസ്റ്റുകൾ പറയുക. അത് നമ്മൾ അത് വിശ്വസിക്കില്ല, കാരണം ആ വ്യക്തിക്ക് അങ്ങനെ ഒരു ആവശ്യമില്ല, അയാളുടെ ബാക്ക്ഗ്രൗണ്ട് അങ്ങനത്തെ അല്ല. ഓക്കെ. രണ്ടാമത്, ഇത് നമുക്ക് സയൻറ്റിഫിക്കലി എക്സ്പ്ലെയിൻ ചെയ്യാൻ പ്രയാസമാണ്, ബുദ്ധിമുട്ടാണ്, സാധ്യമല്ല. കാരണം ഒരു വസ്തു നമ്മൾ കാണുന്നത് അതിൽ നിന്നുള്ള ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്ത് ലെൻസിലൂടെ റെറ്റിനയിൽ പതിഞ്ഞ് അത് പിന്നെ ഇലക്ട്രോമാഗ്നറ്റിക് തരംഗങ്ങളായി തലച്ചോറിൽ പോയി ഡീകോഡ് ചെയ്താണ് നമ്മൾ കാണുന്നത്. ഈ പ്രോസസ്സ് ഒന്നും ഇതിൽ നടക്കുന്നില്ല. പിന്നെ എങ്ങനെ ഇവർക്ക് ഇത് വായിക്കാൻ പറ്റും? അപ്പോൾ അത്ഭുതമല്ലേ? അത് ക്വാണ്ടം ഫീൽഡിൽ നിന്ന് അത് ടൈപ്പ് ചെയ്യുന്നതാണ്. അങ്ങനെയാണ് കുട്ടികളെ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുന്നതാണ്. ക്വാണ്ടം ഫീൽഡിൽ എല്ലാ ഇൻഫോർമേഷൻസും ഉണ്ട്. അങ്ങനെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഇവർക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. ഇൻഡ്യൂഷൻ ഡെവലപ്പ് ചെയ്തു എന്നൊക്കെ പറയാം ആ രീതിയിൽ. പക്ഷെ ഇതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ ആ ഭാഗത്തേക്ക് കിടക്കില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ അവർ വേറെ രീതിയിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് കുറേ കുട്ടികൾ വിളിക്കും, അങ്ങനെ കഴിവുള്ള കുട്ടികൾ വിളിക്കും. നിങ്ങൾക്ക് അങ്ങനെ യൂട്യൂബ് കാണാം, ഈ ബ്ലൈൻഡ് ഫോൾഡിങ് ആക്ടിവിറ്റീസിനെ ചാലഞ്ച് ചെയ്യുന്നത് കാണാം. കുട്ടികൾ ഒരു ആൽഫ ലെവലിൽ നിന്നിട്ടാണ് ഇത് പെർഫോം ചെയ്യുന്നത്. നിങ്ങൾ അവരെ സ്ട്രെസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റില്ല. ഇതാർക്കറിയാം? ഈ ചാലഞ്ച് നിങ്ങൾ ആ വീഡിയോസ് കണ്ടാലറിയാം. അതൊരു ക്രിമിനൽ കുറ്റവും കൂടിയാണ്. കാരണം നമ്മളൊരു സിനിമ കാണുമ്പോൾ വന്യമൃഗങ്ങളെ ഉപദ്രവിച്ചിട്ടില്ല എന്ന് പറയും പോലെ കുട്ടികളെ ഉപദ്രവിക്കുന്ന ഒരു കണക്ക് വേണ്ടേ? കുട്ടികളെ ചാലഞ്ച് നിങ്ങൾ കാണിച്ചു തന്നാൽ അതാണ് ഇതാണെന്നുള്ള രീതിയിൽ ഇവരെ പേടിപ്പിച്ചിട്ടാണ് ഇവരെ കൊണ്ട് പെർഫോം ചെയ്യുക. അത് സാധിക്കില്ല. കാരണം ഇവരുടെ ബ്രെയിൻ വേവ് ഒരു ആൽഫ ലെവലിൽ നിന്നാൽ മാത്രമേ ഇവർക്ക് ഇത് പെർഫോം ചെയ്യാൻ പറ്റൂ. ഇത് മനസ്സിലാക്കുമ്പോൾ ഇവർ സ്ട്രെസ്സിലാക്കി ഇവർക്ക് പെർഫോം ചെയ്യാൻ പറ്റില്ല. പക്ഷെ അമിതാഭ് ബച്ചൻ അവിടെ എന്താ ചെയ്തത്? കുട്ടികളെ എൻകറേജ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ട് അവർക്ക് തെളിയിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഓക്കെ, അങ്ങനെയല്ലേ വേണ്ടത്. ഇവർക്ക് എന്താ പേടി? ഇവർക്ക് സപ്പോർട്ട്, കുട്ടികളല്ലേ, ചെയ്ത് കാണിക്കണം, നിങ്ങൾക്ക് സാധിക്കും, പോസിബിൾ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കും, സപ്പോർട്ട് ചെയ്യും. എന്നിട്ട് അവർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഇതെല്ലാം സംഭവിക്കുന്നത്. സോ ഇങ്ങനത്തെ കുട്ടികൾ ഇപ്പോഴും ഉണ്ട്. ഇങ്ങനെ പഠിച്ചെടുത്ത് പരിശീലനം നേടിയിട്ടുള്ള പിള്ളേർ ഇഷ്ടം പോലെ ഇന്ത്യയിലുണ്ട്, ഇന്ത്യയിലും ലോകത്തുണ്ട്. നമ്മൾ പലപ്പോഴും സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ ഈ സ്പൂൺ അങ്ങോട്ടും ഇങ്ങോട്ടും വളയ്ക്കുന്നത്, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ കറക്കുന്നത്, ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, അത് നമുക്ക് എത്രത്തോളം ശാസ്ത്രീയപരമായിട്ട് നമുക്ക് തെളിയിക്കാൻ കഴിയും? സയന്റിസ്റ്റിന്റെ ഒരു വീക്ഷണത്തിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കൗതുകത്തോട് കൂടി അതിനെ നോക്കിക്കാണാം. പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവിടെ പോയിട്ട് അത് എക്സ്പെരിമെന്റ് ചെയ്യുക, പരീക്ഷിക്കുക, നിരീക്ഷിക്കുക, എന്നിട്ട് അതിനൊരു സയൻറ്റിഫിക് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ ശ്രമിക്കുക. ഉണ്ടെങ്കിലില്ല, ഉണ്ടെങ്കിലുണ്ട്. ആ രീതിയിൽ 2 രീതിയിലാണല്ലോ. ഒന്നുകിൽ അയാൾക്കത് പ്രൂവ് ചെയ്യാൻ പറ്റിയില്ല, എന്നാലും നമുക്കത് ബ്ലൈൻഡായിട്ട് അതില്ല എന്നൊന്നും പറയാൻ കഴിയില്ല. മറ്റൊരാൾക്ക് ചിലപ്പോൾ അത് പ്രൂവ് ചെയ്യാൻ പറ്റിയെന്ന് വരും. നമ്മുടെ ബോധത്തിനനുസരിച്ച്, നമ്മുടെ കഴിവിനനുസരിച്ചായിരിക്കും നമ്മൾക്ക് അതിനൊരു സൊല്യൂഷൻ അല്ലെങ്കിൽ അതിനൊരു നിരീക്ഷണത്തിൽ നമുക്കൊരു എക്സ്പ്ലനേഷൻ കണ്ടെത്താൻ പറ്റുക. ഒരിക്കലും ഒരു സയൻറ്റിസ്റ്റ് ഇത് തീരെ ഇല്ല എന്ന് അവരെ നിലവാരത്തിൽ നിന്നിട്ട് പറയാമെന്നല്ലാതെ മറ്റൊരു നിലവാരത്തിൽ വേറൊരു വ്യക്തി വന്നിട്ട് പ്രൂവ് ചെയ്യും. അങ്ങനെ പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു കൗതുകത്തോടെ നോക്കിക്കാണ്ടാണ്. ഞാനില്ല എന്നൊന്നും പറയില്ല, ഞാനത് കണ്ടിട്ടില്ല ഇതുവരെ. പക്ഷേ
ലോകത്ത് നമുക്കറിയുന്ന കാര്യങ്ങൾ പരിമിതമാണ് എന്നുള്ള ഒരു അറിവാണല്ലോ, അതാണല്ലോ ഏറ്റവും വലിയ അറിവ്. ഈ അറിവ് വന്നാൽ പിന്നെ സയൻറ്റിസ്റ്റുകൾക്ക്, സയൻറ്റിസ്റ്റ് എന്ന് പറയുന്ന യഥാർത്ഥ സയൻറ്റിസ്റ്റ് അതില്ല കേട്ടോ. ഒരു സയൻറ്റിസ്റ്റിനോട് നിങ്ങൾ ചൊവ്വയിൽ സ്വർണ്ണം ഉണ്ടോ എന്ന് ചോദിച്ചാൽ സയൻറ്റിസ്റ്റ് എന്താ പറയുക? കാണുമായിരിക്കാം. പറയാൻ പറ്റില്ല അല്ലേ? കാണുമായിരിക്കും. എന്നാൽ നിങ്ങളൊരു സോഷ്യൽ മീഡിയ സയൻറ്റിസ്റ്റോട് ചോദിച്ചു കഴിഞ്ഞാൽ അടച്ചു പറയും സാധ്യമല്ല. ഇതിൽ തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ സയൻറ്റിസ്റ്റിൻ്റെ വക്താക്കളും യഥാർത്ഥ സയൻറ്റിസ്റ്റുകളും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. സയൻറ്റിഫിക് അപ്രോച്ച് എന്ന് പറയുന്നത് മനുഷ്യ നന്മയ്ക്ക് വേണ്ടി എന്തും നമുക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റും, ഇനി നമുക്ക് വളരണം, വികസിക്കണം എന്നുള്ള തോന്നലിൽ നിന്ന് അത് ക്വാണ്ടം ഫിസിക്സ് ഡെവലപ്പ് ചെയ്ത്, അല്ലാതെ ഈ അന്ധമായിട്ട് എല്ലാം അടിച്ചാക്ഷേപിക്കുന്ന ആൾക്കാരല്ല ഈ ക്വാണ്ടം ഫിസിക്സ് ഡെവലപ്പ് ചെയ്ത്. അവരതിൻ്റെ റിസൾട്ടുകൾ അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ ഇനിയുള്ള ലോകം. അപ്പം അങ്ങനത്തെ സയൻറ്റിസ്റ്റുകൾ നിലവിലുണ്ട്. അപ്പോൾ അവരാണ് ലോകത്തെ മുന്നോട്ട് കൊണ്ടുവന്നത്, സയൻസിനെ മുന്നോട്ട് കൊണ്ടുവന്നത്. അല്ലാതെ ഇന്ന് ഇന്ത്യയിലെ ഗ്രാമങ്ങളിലൂടെ നമ്മൾ ഒന്ന് നിരീക്ഷിച്ചു കഴിഞ്ഞാൽ, ഒന്ന് സന്ദർശിച്ചു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ അത്ഭുതങ്ങൾ കാണാൻ പറ്റും. പലതും ഫേക്ക് ആയിരിക്കും, പക്ഷെ ഉള്ളതില്ല എന്ന് പറയാൻ പറ്റില്ല. പലതും കറക്റ്റ് ആയിരിക്കും. അതിലൊന്നാണ് ഈ ബ്ലൈൻഡ് ഫോൾഡിങ് ആക്ടിവിറ്റി ഓഫ് ദ ചിൽഡ്രൻ. എനിക്ക് നേരിട്ട് അറിയുന്നതാണ്, ഞാൻ അതിനെപ്പറ്റി പഠിച്ചതുകൊണ്ടാണ് പറയുന്നത്.